നടത്തിയേക്കും. ഇപ്പോൾ VC എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മോഹൻ കുന്നുമേൽ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നു. പോലീസിന്റെ വലിയ ഒരു സംരക്ഷണ വലയിലാണ് VC മോഹൻ കുന്നുമേൽ എത്തിയിരിക്കുന്നത്. SFIയുടെ പ്രതിഷേധം പുറത്തുണ്ടായിരുന്നു. ആ SFI പ്രതിഷേധത്തെ തുടർന്ന് കേരള സർവകലാശാലയിൽ വരാതെ വിട്ടുനിൽക്കുകയായിരുന്ന VC ഇപ്പോൾ സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് കാലുവിട്ടും എന്നൊക്കെ പറഞ്ഞത്. കേരള സർവകലാശാലയിലെ അധികാര തർക്കത്തിലുള്ള VC മോഹൻ കുന്നുമേൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നമുക്കൊപ്പം ഗോപാലുണ്ട്. ഗോപാൽ, ഇപ്പോൾ SFIയുടെ പ്രതിഷേധമൊന്നും കാര്യമായിട്ട് അവിടെ നമ്മൾ കണ്ടില്ല. വലിയ പോലീസ് സുരക്ഷയിലായിരുന്നോ സർവകലാശാല ആസ്ഥാനം? അതെ ഡോക്ടർ, വലിയ പോലീസ് സുരക്ഷയിലാണ് സർവകലാശാല ആസ്ഥാനം ഇന്നുള്ളത്. ഏകദേശം 350ഓളം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ SFIയുടെ പ്രതിഷേധമൊക്കെ കരുതിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിരുന്നത്. കാരണം നേരത്തെ VC വന്നാൽ VCയെ തടയും എന്നായിരുന്നു SFI പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലേക്കൊരു പ്രതിഷേധമൊന്നും തന്നെ ഉണ്ടായില്ല ഇന്ന്. കാരണം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാൻ വേണ്ടി വരുന്ന VCയെ തടയേണ്ടതില്ല, വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കേണ്ടതാണ് ഈ ഘട്ടത്തിൽ എന്നതാണ് ഈ വിഷയത്തിൽ SFI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർക്കെതിരായ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇന്ന് ഉണ്ടായില്ല. ഏകദേശം 20 ദിവസത്തിന് ശേഷമാണ് വൈസ് ചാൻസലർ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വലിയ ഭരണപ്രതിസന്ധി ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഫയലുകളിൽ തീർപ്പാകാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്നെല്ലാം വൈസ് ചാൻസലർ പറഞ്ഞിരുന്നത് തനിക്ക് സുരക്ഷാ പ്രശ്നമുണ്ട്, തന്റെ ജീവന് ഭീഷണിയുണ്ട്, തനിക്കെതിരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് താൻ സർവകലാശാലയിലേക്ക് വരാൻ സന്നദ്ധരല്ല, താൻ വന്നാൽ തന്റെ കാല് വെട്ടും എന്നാണ് SFI പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ചില ഗുണ്ടകൾ സർവകലാശാലയ്ക്കുള്ളിൽ അക്രമം നടത്തുന്നു എന്നടക്കമുള്ള വലിയ ഗുരുതരമായ ആരോപണമൊക്കെ ആയിരുന്നു വൈസ് ചാൻസലർ SFI പ്രവർത്തകർക്കും ഇതിനിടെ നടന്ന സമരങ്ങൾക്കും എതിരെ പ്രയോഗിച്ചത്. അതിനുശേഷം വൈസ് ചാൻസലർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്കൊക്കെ ശേഷമാണ് ഇന്ന് മോഹൻ കുന്നുമ്മൽ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം പോലീസ് സുരക്ഷയിൽ തന്നെയാണ്, പോലീസ് എസ്കോർട്ടോട് കൂടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. 20 ദിവസങ്ങൾക്ക് ശേഷമാണ് 2000ഓളം ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സർവകലാശാലയുടെ ഭരണസ്തംഭനം പുറത്തുവിട്ടത് റിപ്പോർട്ടർ TVയാണ്. എന്നാൽ ഭരണസ്തംഭനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന മട്ടിലായിരുന്നു VCയുടെ പ്രതികരണം. റഷ്യയിൽ പോയി വിദേശ സന്ദർശനമൊക്കെ കഴിഞ്ഞ് സർവകലാശാല സ്ഥാനത്ത് വരാതെ ഇരുന്ന VC 20 ദിവസത്തിനു ശേഷം വീണ്ടും സർവകലാശാലയിലേക്ക് വരുന്നു. അവർ രജിസ്ട്രാർ ഉണ്ട്, അനിൽകുമാർ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. സർവകലാശാലയിൽ വലിയ സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പോലീസ് സുരക്ഷാ സംവിധാനത്തിനിടയിലാണ് VC ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഗോപാൽ ആണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വാർത്ത നൽകിയത്. ഗോപാൽ, ഇപ്പോൾ രജിസ്ട്രാറും അവിടെ തന്നെയുണ്ട് അല്ലേ? സർവകലാശാലയിൽ തന്നെയുണ്ട് അല്ലേ? അതെ, അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കണക്കാക്കാൻ കഴിയുന്നത് ഡോക്ടർ അരുൺ. 2 പേർ, അതായത് പരസ്പരം പോരടിക്കുന്ന 2 പേർ ഒരേ ഘട്ടത്തിൽ ഒരേ സർവകലാശാലയിൽ 2 നിലകളിലായി ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെതിരെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായി അദ്ദേഹത്തെ ഒഴിവാക്കി അക്കാദമിക് കൗൺസിൽ യോഗമടക്കം വിളിക്കാനുള്ള നിർദ്ദേശം രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകി. VCയെ സംബന്ധിച്ചിടത്തോളം മിനി കാപ്പനാണ് സർവകലാശാല നിലവിൽ രജിസ്ട്രാറായി ചുമതലയിലുള്ളത്. എന്നാൽ സിൻഡിക്കേറ്റ് പറയുന്നത് അങ്ങനെയല്ല. സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയ ഡോക്ടർ KS അനിൽകുമാറാണ് നിയമപരമായി രജിസ്ട്രാർ എന്നുള്ളതാണ്. ഇപ്പോൾ 2 പേർ 2 തരത്തിൽ രജിസ്ട്രാർമാരെ വ്യാഖ്യാനിക്കുമ്പോൾ മോഹൻ കുന്നുമ്മൽ സർവകലാശാലയിൽ എത്തുമ്പോൾ ഏത് ഫയലുകളാണ് ആർക്കാണ് പരിഗണന നൽകുക എന്നതാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ളത്. കാരണം ഏകദേശം 2000ഓളം സർട്ടിഫിക്കറ്റുകളും ഫയലുകളും VCയുടെ തീരുമാനം കാത്ത് കിടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഡോക്ടർ KS അനിൽകുമാർ വഴി അയച്ച എല്ലാ ഫയലുകളും VC തിരിച്ചയക്കുന്ന സ്ഥിതി ഉണ്ടായി. SFI പ്രവർത്തകർ VCയുടെ വഴി തടയാൻ ശ്രമിച്ചിട്ടില്ലല്ലോ അല്ലേ? അവരുടെ പ്രതിഷേധം എവിടെയായിരുന്നു? ഇന്ന് SFI പ്രവർത്തകർ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ 4-5 ദിവസങ്ങളായി SFI പ്രതിഷേധം ഉന്നയിച്ചത് വൈസ് ചാൻസലർ സർവകലാശാലയിൽ വരാതെ ഒളിച്ചു കളിക്കുന്നു, വിദ്യാർത്ഥികളുടെ സുപ്രധാന സർട്ടിഫിക്കറ്റുകൾ അടക്കം ഒപ്പിടേണ്ട ആൾ ഇങ്ങനെ സർവകലാശാലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സർവകലാശാലയിലേക്ക് SFI മാർച്ച് നടത്തിയതും വിചാരണ സദസ്സ് നടത്തിയതും ബാനർ കെട്ടിയതും എല്ലാം തന്നെ. അതിനുശേഷം ഇന്ന് സർവകലാശാലയിലേക്ക് VC വരുമ്പോൾ ഒരിടത്തും വിമാനത്താവളത്തിൽ ഇറങ്ങി
അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത് വരെയുള്ള വഴിയിലും സർവകലാശാല ആസ്ഥാനത്തും ഒന്നും തന്നെ SFIയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതിഷേധവും ഉണ്ടായില്ല. ഒരു മുദ്രാവാക്യം വിളി പോലും VC-ക്കെതിരെ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ആ വിഷയത്തിൽ SFIയുടെ നിലപാട് ഇങ്ങനെയാണ്. അതായത് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഇവിടെ സർവകലാശാലയിൽ നിന്ന് പ്രധാനമായിട്ടുമുള്ളത്. പല വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്ത സ്ഥിതിയുണ്ട്, പല പ്രധാനപ്പെട്ട കോഴ്സുകൾക്കും അംഗീകാരം കിട്ടാത്ത സ്ഥിതിയുണ്ട്, പല പ്ലാൻ ഫണ്ടുകൾ അടക്കമുള്ളവയ്ക്ക് അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി VC വരുമ്പോൾ ആ VC-യെ തടയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ ചുമതല സമാധാനത്തോടുകൂടി VC 20 ദിവസത്തിനു ശേഷം സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു. SFIയുടെ പ്രതിഷേധം ഉണ്ടായില്ല എന്നാണ് ഗോപാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.